യുഎസിലെ കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സുഹൃത്തുമായ ചാർലി കിക്കിന്റെ കൊലപാതകം നടന്നത് ദിവസങ്ങൾക്ക് മുൻപാണ്. യൂറ്റാ വാലി യൂണിവേഴ്സിറ്റിയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കവേ 22-കാരനായ ടൈലർ റോബിൻസനാണ് 31-കാരനായ ചാർലി കിക്കിന് നേരെ നിറയൊഴിച്ചത്. 33 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പ്രതിയെ പിടികൂടി. ചാർലി കിക്കിന്റെ വേർപാടിൽ അതീവ ദുഃഖം പ്രകടിപ്പിച്ച ട്രംപ് 4 ദിവസം അമേരിക്കൻ പതാക താഴ്ത്തിക്കെട്ടാൻ ഉത്തരവിട്ടിരുന്നു. ചാർലി കിക്കിന് മരണാനന്തര പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകി ആദരിക്കാനും ട്രംപ് തീരുമാനിച്ചിരുന്നു. ഇതിനിടെ ചാർലി കിക്കിന്റെ കൊലപാതകത്തെ മഹത്വവൽക്കരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ മറുവശത്ത് ഉയരുകയാണ്. ഇതിനെതിരെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കടുത്ത മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ചാർലി കിക്കിന്റെ കൊലപാതകത്തെ മഹത്വവൽക്കരിക്കുന്ന വിദേശികൾക്ക് വിസ നിഷേധിക്കുമെന്നും വിസ ഉടമകൾ ആണെങ്കിൽ അത് റദ്ദാക്കുമെന്നും മാർക്കോ റൂബിയോ അറിയിച്ചു. അപേക്ഷകരുടെ സമൂഹ മാധ്യമങ്ങളിലെ വിവരങ്ങളും അവർ അമേരിക്കൻ വിരുദ്ധരോ ജൂത വിരുദ്ധരോ ആണോ എന്ന കാര്യവും സൂക്ഷ്മമായി പരിശോധിക്കും. ഭീകരവാദ ബന്ധമുള്ളവരെയും അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെയും നിരീക്ഷിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ചാർലി കിക്കിന്റെ മരണത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നവർക്കെതിരെ വിമർശനവുമായി വൈസ് പ്രസിഡന്റ് JD വാൻസും രംഗത്ത് എത്തിയിരുന്നു. അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് വാൻസ് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നവർക്കെതിരെ തൊഴിലുടമകൾ നടപടിയെടുക്കണമെന്ന് വാൻസ് തന്റെ ഷോയിൽ ആവശ്യപ്പെട്ടു. ചാർലി കിക്കിന്റെ മരണത്തിൽ അനുചിതമായ പോസ്റ്റുകൾ പങ്കുവച്ചതിന് നിരവധി ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയോ പിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ജീവനക്കാരുടെ സംരക്ഷണത്തെയും ഹനിക്കുന്നതാണെന്ന് വിമർശകർ വാദിക്കുന്നു. ചാർലി കിക്കിന്റെ കൊലപാതകത്തെ മഹത്വവൽക്കരിക്കുന്ന വിദേശികൾക്കെതിരെ സ്റ്റേറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറി ക്രിസ് ലാൻഡോവും രംഗത്തു വന്നിരുന്നു. അക്രമത്തെയും വിദ്വേഷത്തെയും പ്രോത്സാഹിപ്പിക്കുന്നവരെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്യില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിക്കുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറാനും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആംസ്റ്റർഡാമിൽ നടന്ന ഒരു പരിപാടിയിൽ ബ്രിട്ടീഷ് പോപ്പ് ഗായകരായ ബോബ് വിലൻ ചാർലി കിക്കിനെതിരെ നടത്തിയ പരാമർശങ്ങൾ വിവാദമായിരുന്നു. തുടർന്ന് ടിൽബർഗിലെ സംഗീത പരിപാടി റദ്ദാക്കിയിരുന്നു. ജൂണിൽ ഇസ്രയേൽ സൈന്യത്തിന് ചരമഗീതം പാടിയതിനെതിരെ ഇവർക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തിരുന്നു. ഇതിന് പിന്നാലെ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവരുടെ വിസ റദ്ദാക്കുകയും ചെയ്തു. ബോബിലിന്റെ വിവാദ പരാമർശത്തിനെതിരെ വലതുപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട്. വൃത്തികെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കുടുങ്ങുമെന്നടക്കമായിരുന്നു ബോബിലിന്റെ പരാമർശം. ചാർലി കിക്കിന്റെ മരണത്തെ താൻ ആഘോഷിച്ചിട്ടില്ലെന്ന് ബോബിലൻ പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു. മാധ്യമപ്രവർത്തകർ തന്റെ വാക്കുകളെ വളച്ചൊടിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം ചാർലി കിക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തിയ നിരവധി പേരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. യുഎസ് സീക്രട്ട് സർവീസ് ഏജന്റ്, യൂണിവേഴ്സിറ്റി ജീവനക്കാരൻ എന്നിവർ ജോലി നഷ്ടപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. അതിനിടെ ചാർലി കിക്കിന്റെ കൊലപാതകത്തെ തുടർന്ന് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ കാഷ് പട്ടേലിന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. ചാർലി കിക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലുണ്ടായ കാലതാമസത്തിൽ ഇന്ത്യൻ വംശജൻ കൂടിയായ കാഷ് പട്ടേൽ യുഎസ് കോൺഗ്രഷണൽ ഹിയറിംഗ് നേരിട്ടേക്കും. ഫോക്സ് ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം കാഷ് പട്ടേൽ സ്ഥാനനഷ്ടത്തിന് അരികിലാണ്. ചാർലി കിക്കിന്റെ കൊലയാളിയെ പിടികൂടാൻ FBI 2 ദിവസം എടുത്തതാണ് കാഷ് പട്ടേലിന് തിരിച്ചടിയായത്. കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കകം കൊലയാളികളെന്ന് തിരിച്ചറിച്ച് 2 പേരെ പിടികൂടിയതും ഇവരെ പിന്നീട് വിട്ടേക്കേണ്ടി വന്നതും FBIക്ക് വലിയ നാണക്കേടായി.